വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ടെഹ്റാനിൽ ഇന്ത്യ ഒരു വമ്പൻ ഓപ്പറേഷൻ നടത്തിയിരിക്കുകയാണ്. ഇന്ത്യ നടത്തിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു നയതന്ത്ര ഓപ്പറേഷനാണ് കേട്ടോ. വലിയൊരു നയതന്ത്ര വിജയം അവിടെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 2014 ശേഷം നമ്മുടെ രാജ്യത്ത് എവിടെ ആൾക്കാർ, നമ്മുടെ രാജ്യത്ത് നിന്ന് പോയ ആൾക്കാർ കുടുങ്ങിക്കിടന്നാലും അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിലും നമ്മുടെ വിദേശകാര്യ വകുപ്പ് അതിഭീകരമായിട്ട് വളരെ ഗംഭീരമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാം. സുഷമ സ്വരാജ് ആയിരുന്നു അന്നത്തെ വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത്. അപ്പൊ നരേന്ദ്രമോദി സർക്കാർ ആദ്യമായിട്ട് കയറിയതും ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ഹേറ്ററും എല്ലാം നമുക്കറിയാം. പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു പ്രത്യേക സാഹചര്യമാണല്ലോ ഇവിടെ ഒരു. അതുകൊണ്ട് നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള ആദിഭീകരമായിട്ടുള്ള ഹേറ്റഡ് പക്ഷെ സുഷമ സ്വരാജിന് ഇല്ലായിരുന്നു. സുഷമ സ്വരാജിന് പുകഴ്ത്തുന്നുണ്ടായിരുന്നു അവരെല്ലാം. പതിയെ പതിയെ സുഷമ സ്വരാജിൽ നിന്ന് അത് ഗഡ്കരിയിലോട്ട് മാറി. അങ്ങനെ ഇപ്പൊ ഗഡ്കരിയാണ് കേരളവുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന കേന്ദ്രമന്ത്രി എന്നാ പറയുന്നത്. സുഷമ സ്വരാജ് അമ്മയെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് സുഷമ സ്വരാജിന്റെ മരണമൊക്കെ ഇവിടെയുള്ള പല ആൾക്കാരും അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാവരും എന്താണ് വളരെ നല്ല ഗംഭീരമായിട്ടുള്ള മന്ത്രി എന്നാണ് പറയുന്നത്. ആ അന്ന് തൊട്ട് നമ്മളുടെ ആൾക്കാർ എവിടെ കുടുങ്ങിയാലും നമ്മുടെ വിദേശകാര്യ വകുപ്പ് അതിഗംഭീരമായിട്ട് അവരെ തിരിച്ച് ബിജുചേട്ടൻ ഞാൻ അറിയാലോ. ബിജുചേട്ടൻ തന്നെ ഉദാഹരണങ്ങൾ സ്വന്തം ജീവിതത്തിൽ തന്നെ ഉണ്ടല്ലോ. രാത്രി 12 മണിക്ക് ശേഷം ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചപ്പോ 12:10 അയച്ചെങ്കിൽ 12:11 അവിടുത്തെ റിപ്ലൈ നമുക്ക് കിട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ ടെഹ്റാനിൽ കുടുങ്ങിക്കിടന്ന അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ഒരു 3 പേരെ ഇപ്പൊ ഇന്ത്യ ടെഹ്റാൻ പോലീസിന്റെ സഹായത്തോടു കൂടി മോചിപ്പിച്ചു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. നമ്മളത് എങ്ങനെയാണ് അത് അവിടെ എക്സിക്യൂട്ട് ചെയ്തത് നമ്മുടെ ഈ പ്ലാൻ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കിഡ്നാപ്പ് ചെയ്തത് ആരാണ്? കിഡ്നാപ്പ് ചെയ്ത് റാൻസം ചോദിച്ചു, അതായത് മോചനദ്രവ്യം ചോദിച്ചു എന്നാണ് പറയുന്നത്. ആരാണ് ഇവരെ കിഡ്നാപ്പ് ചെയ്തത്? ഇവരെങ്ങോട്ടാണ് പോയത്? ഇറാനിലോട്ട് എന്താണ് ഇവർക്ക് പോകേണ്ട ആവശ്യം? നമ്മുടെ ഇന്ത്യക്കാർ ധാരാളം പേര് ഇറാനിൽ ജോലിക്കായിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിനായിട്ട് പോകുന്നുണ്ടോ? ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല. ചിലപ്പോ എന്റെ അജ്ഞതയായിരിക്കാം. ഇത് ഇറാനിലേക്കല്ല ഇവർ പോകുന്നത്. ഇറാൻ ബേസ് ചെയ്തിട്ട് അവിടെ നിന്ന് ഈ റിക്രൂട്ടിംഗ് ഏജൻസികളുണ്ട്. അപ്പോൾ അവർ ഇറാനിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം എപ്പോഴും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുവെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റ് നോക്കിയിട്ട് ഇത് ഇങ്ങനൊരു കമ്പനി ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ പോകാവൂ. അത് മാത്രവുമല്ല, എല്ലാ രാജ്യങ്ങളുടെ എംബസിയുമായി നമുക്ക് ബന്ധപ്പെടാനും പറ്റും. ഇത് ക്ലിയർ ചെയ്തിട്ടാണ് പോകുന്നത്. നമുക്കറിയാം, മുൻകാലങ്ങളിൽ നമ്മുടെ കേരളത്തിലേക്ക് നിരന്തരം കേൾക്കുന്ന ഒരു വാർത്ത ഉണ്ടായിരുന്നു, വിസ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു വലിയ വാർത്ത വരും. വിസ തട്ടിപ്പ്, ഗൾഫിലേക്ക് കൊണ്ടുപോകുന്നു വിസ. പക്ഷെ ഇന്നത് വാർത്ത കേൾക്കുന്നില്ല. വിസ തട്ടിപ്പ് ഇന്നും കേരളത്തിൽ എങ്ങും കേൾക്കുന്നില്ല, ഗൾഫ് കൺട്രീസിൽ. കാരണം എന്താണ്? ഗൾഫ് കൺട്രീസിൽ ജോലിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് സാധാരണ ജനങ്ങൾക്ക് പറ്റും. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിൽ നമ്മൾ അതിന്റെ ലിങ്കും രജിസ്റ്റർ ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നമ്പറും ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ ഇങ്ങനൊരു കമ്പനി ഉണ്ടോ, ഇങ്ങനൊരു കമ്പനി വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. പക്ഷേ ഈ റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ, അതുപോലെ തന്നെ കൊറിയ, ഇവിടേക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇത് നടക്കുന്ന ബഹുഭൂരിപക്ഷം സ്ഥാപനങ്ങളും വ്യാജമാണ്. ഇറാൻ എംബസി തന്നെ അവർ വ്യക്തമായി തന്നെ കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാർക്ക് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾ ഞങ്ങളുടെ ഏജൻസി ആയിട്ടാണ് ആ ആൾക്കാർ വരുന്നതെങ്കിൽ നിങ്ങൾ ശരിക്കും അത് പരിശോധിക്കണം, ഫേക്ക് ആണോ അല്ലയോ എന്നുള്ളത്. നമുക്കറിയാം, കുറച്ച് നാൾക്ക് മുമ്പ് മലയാളികളടക്കം റഷ്യയിൽ പോവുകയും പട്ടാളത്തിൽ ചേരാനായിട്ട് പോവുകയും അത് വെടിയേറ്റ് മരിക്കുകയൊക്കെ ചെയ്തു. സാമാന്യ ബുദ്ധിക്ക് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. റഷ്യൻ പട്ടാളത്തിൽ എടുക്കുമ്പോൾ അതൊരിക്കലും ഒരു മലയാളിയിലെ ഇന്ത്യക്കാരനെ വിളിച്ചിട്ട് റഷ്യക്ക് പട്ടാളത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ എന്തിനായിരിക്കും റഷ്യ പട്ടാളത്തിലേക്ക് ആൾക്കാരെ വിളിച്ചത് എന്ന് ചോദിച്ചാൽ, അത് അവർക്ക് ഫ്രണ്ട് ലൈനിൽ നിർത്താനുള്ള കൊലയാളികളായിട്ട്, അതായത് ചാവേറുകളായിട്ടാണ് ഈ വിളിച്ചുകൊണ്ട് പോകുന്നത്. അത് നമ്മുടെ ഇപ്പൊ ഉത്തര കൊറിയയിൽ കിം ജോങ് ഉൻ ചെയ്യുന്നതും അതാണ്. 10-15,000 പേരെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അവരൊന്നും സൈനികരല്ല, ഫ്രണ്ട് ലൈനിൽ പോയി നിൽക്കുക, ഉക്രൈനിലൊക്കെ ഇടിച്ചു കയറുക. അതിപ്പോ ബോംബോ എല്ലാം വന്നു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഉക്രൈനിൽ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ മരിക്കത്തുള്ളൂ. റഷ്യയെ സംബന്ധിച്ച് അവരുടെ സൈനികരൊന്നും നഷ്ടപ്പെടുന്നില്ല. അപ്പൊ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിട്ട് കൊടുക്കുന്നത്. ഇവർ മരിച്ചാലും മരിച്ചാലും കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെയാണ് റിക്രൂട്ട്മെന്റിങ് നടക്കുന്നത്. ഇത് ശരിക്കും റഷ്യ അല്ല ഇവരെ വിളിക്കുന്നത്. അതാണ് ഇതിനകത്ത് മറ്റൊരു കാര്യം. റഷ്യ വിളിക്കുന്ന ഒരു ഒഫീഷ്യൽ വിളിയല്ല. സാധാരണഗതിയിൽ നമ്മൾ സൈന്യത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഒഫീഷ്യലായിട്ടാണ് ആ രാജ്യം ക്ഷണിക്കുന്നതെങ്കിൽ ഇവർ ഒഫീഷ്യലല്ല, ഏജൻസികളാണ് ഇവരെ കൊണ്ടുപോകുന്നത്. ആ ഏജൻസികൾക്ക് അതിന്റെ പണം അവിടുന്ന് കിട്ടുകയും ചെയ്യും, കമ്മീഷൻ. ഇവിടെ ഈ പോയ ആളുകളെല്ലാം തന്നെ ഇറാനിൽ ജോലി ചെയ്യാൻ പോയവരല്ല. അവര് അവിടെ നിന്ന് മറ്റെങ്ങോട്ടോ പോകാനുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. അവിടെ ഇറാൻ എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഇറാഖ് എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ മറ്റുള്ളിടത്തേക്ക് പോകാനുള്ള ഒരു ഇടത്താവളം മാത്രമാണ്. അപ്പോൾ ഇവർ പോയിരിക്കുന്നത് ആ ഒരു കാര്യത്തിനാണ് പോയിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ പോയത് കൊണ്ട് തന്നെ ഇവരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഗ്രൂപ്പാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത്.
ഈ പാകിസ്ഥാൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പം നമ്മുടെ രാജ്യവുമായിട്ടുള്ള യുദ്ധത്തിന്റെ പേരിലായിരിക്കും കൊണ്ടുപോയത്. അല്ല, അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പൈസ മോചനദ്രവ്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ധനുഷ് നേരത്തെ സൂചിപ്പിച്ചോളൂ, നമ്മുടെ ഒരു വലിയ വിജയം എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ സത്യത്തിൽ നമുക്ക് ഇരുട്ടിത്തപ്പേണ്ട അവസ്ഥയാണ്. കാരണം ഇവര് വന്നതിന് ഒരു കൃത്യമായ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവരെങ്ങോട്ടാണ് പോകുന്നതെന്നോ എന്താ ഒരു 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 കാര്യങ്ങളും അതിനകത്തില്ല, വ്യക്തതയില്ല. അവിടെ ഈ മൂന്ന് പേരെ കാണാതാകുന്നു. ഈ മൂന്ന് പേരെ കാണാതാകുന്നു. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ഇറാനൊക്കെ നമുക്കറിയാം, അങ്ങനെ വലിയ നമ്മളെ കണക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ കണക്കോ മറ്റ് അറബ് കൺട്രീസിനെ കണക്കൊക്കെ വലിയ നിയമവും നിയമവാഴ്ചയും ഒക്കെ ഉള്ളൊരു രാജ്യമൊന്നുമല്ല. അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. പക്ഷെ അവിടെ നിന്നാണ് നമ്മൾ ഈ മൂന്ന് പേരെ രക്ഷിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഷമ സ്വരാജിന്റെ കാര്യം പറഞ്ഞതുപോലെ അതിനുശേഷം നമ്മുടെ ഇതുവരെയുള്ള വിദേശകാര്യ ഇടപെടൽ, വിദേശകാര്യ മന്ത്രിമാർ അല്ലെങ്കിൽ വിദേശകാര്യ ഇടപെടലുകൾ വളരെ കൃത്യമായിട്ട് തന്നെ മുൻപോട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. കാരണം ഇപ്പൊ നമ്മുടെ വിദേശകാര്യമന്ത്രി എന്ന് പറഞ്ഞാൽ സുഷമ സ്വരാജുമായിട്ട് ഒരുപാട് കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അദ്ദേഹം റഷ്യൻ അംബാസഡർ ആയിരുന്നു, എസ് ജയശങ്കർ ചൈനീസ് അംബാസഡർ ആയിരുന്നു. ചൈനയിൽ ഇരുന്ന് അദ്ദേഹം ചൈനീസ് ഭാഷ അദ്ദേഹം പഠിച്ച വ്യക്തിയാണ്. അപ്പം ഈ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് എസ് ജയശങ്കറിനുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം നരേന്ദ്രമോദി അദ്ദേഹത്തോട് ചോദിച്ചത് ജോലി കഴിഞ്ഞ പിന്നെ എന്താ അടുത്ത പരിപാടി എന്ന് ചോദിച്ചപ്പോ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വൈഫ് ജപ്പാൻകാരിയാണ്, ജയശങ്കർ. അപ്പോ അപ്പൊ അതായത് പല രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ട്. ഞാൻ അത് വിളിച്ചിട്ട് പറഞ്ഞില്ല. റഷ്യയിലെ അംബാസഡർ ആയിരുന്നു, 13 വർഷക്കാലം ചൈനയിലായിരുന്നു, ചൈനീസ് ഭാഷ അറിയാം, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പൊ ചോദിച്ചു എന്താണെന്ന് പറഞ്ഞപ്പം നരേന്ദ്രമോദി പറഞ്ഞു, നിങ്ങൾ റിട്ടയർഡ് ആകുന്നില്ല. അതായത് അദ്ദേഹത്തിന്റെ ജോലി ആ സർക്കാർ ജോലി തീരുകയാണ്. അപ്പൊ പ്രധാനമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ജോലി നിങ്ങൾക്ക് ഇതിനേക്കാൾ ഭാരിച്ചൊരു ജോലിയാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്, നിങ്ങൾ എൻ്റെ കൂടെ ജോയിൻ ചെയ്യണം എൻ്റെ ടീമിൽ എന്ന് പറഞ്ഞു. അപ്പോൾ ജയശങ്കർ പറഞ്ഞത് ശരിയാണ്, ഞാനത് ഒരുപാട് വട്ടം ആലോചിച്ചു. കാരണം ഞാൻ മറ്റേത് ചെയ്യാന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായിട്ട് മറ്റൊരു രാജ്യത്ത് പോയിട്ട് ആ വർക്ക് ചെയ്യുക, ഇത് അങ്ങനെയല്ല. അപ്പൊ പോയിട്ട് അവിടെ ജോയിൻ ചെയ്യുമായിരുന്നു അദ്ദേഹത്തിന്റെ ടീമിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ടീം, നരേന്ദ്രമോദി സർക്കാരിന്റെ ടീമിലുള്ള എല്ലാ മന്ത്രിമാർക്കും ഉറക്കമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുമ്പ് ഞാൻ ഡൽഹി പോയപ്പോൾ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനെ കണ്ടു. അപ്പം അദ്ദേഹത്തിന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ തമാശ രൂപത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ കാര്യം, മോദി തൊട്ട് തിന്നത്തുമില്ല, ബാക്കിയുള്ളവരെ കൊണ്ട് തീറ്റിക്കത്തുമില്ല. അതായത് അദ്ദേഹം ഇങ്ങോട്ടിക്കണമെന്ന് ഒന്നുമില്ല, ഒരുത്തിനെ കൊണ്ടും വേറൊരു പണി ചെയ്യിക്കത്തുമില്ല, രാത്രിയും പകലും ഒക്കെ നിരന്തരം വിളിയാണ്. അതായത് ജയശങ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ യുക്രൈൻ വാർ നടക്കുന്ന സമയത്ത് അദ്ദേഹം രാത്രിയിൽ ഓഫീസിലെ പണിയെല്ലാം തീർത്ത് 12 മണിക്കോ 1 മണിക്കോ രാത്രി പോയി കിടക്കുമ്പോൾ തൊട്ട് പിന്നാലെ പ്രധാനമന്ത്രിയുടെ ഫോൺ എത്തുകയാണ്. എന്തായി മറ്റേ കാര്യം, അവിടുത്തെ എന്തായി കാര്യം. ഇത് തന്നെ റെയിൽവേ മന്ത്രിയും പറയാറുണ്ട്. റെയിൽവേ മന്ത്രിയെ വിളിച്ചിട്ട് ചോദിക്കും, നാളെ രാവിലെ എത്ര കോച്ചുകളാണ് നമുക്ക് പുതിയതായിട്ട് ഇറങ്ങാനുള്ളതെന്ന് ചോദിക്കും. അത് അദ്ദേഹം പറയാറുണ്ട്. കാരണം ഇവർക്കൊന്നും റെസ്റ്റ് ഇല്ല. അതാണ് മുമ്പെന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി ആകാനായിട്ട് വലിയ ഇടിയായിരുന്നു കേന്ദ്രമന്ത്രി ആകുക. ധനുഷിന് ഓർമ്മ കാണും മുമ്പൊക്കെ. ഇപ്പൊ ഒരാളും ഇടിക്കുന്നില്ലല്ലോ കേന്ദ്രമന്ത്രി ആകുക എന്ന് വെച്ചാൽ. കാരണം കേന്ദ്രമന്ത്രി ആകുക എന്ന് വെച്ചാൽ വലിയ ഒരു തലവേദനയാണ്, തൊന്തരിവാണ് സാധനം. നമുക്കറിയാം, വി മുരളീധരനൊക്കെ ഇവിടെ കേന്ദ്ര വിദേശകാര്യമന്ത്രി ആയിരുന്ന സമയത്തൊക്കെ വളരെ ഭംഗിയായി തന്നെ ഓടി നടന്ന് അദ്ദേഹത്തിന് പാർലമെന്ററി കാര്യ വകുപ്പുണ്ട്. അപ്പൊ റെസ്റ്റ് ഇല്ലാതെ മുമ്പോട്ട് പോകും. അവിടെ അതിന് ചുക്കാൻ പിടിക്കാനായിട്ട് എത്തിയിരിക്കുന്ന എസ് ജയശങ്കറാണ്. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഈ രാജ്യങ്ങളുമായിട്ട് അടുത്ത ബന്ധങ്ങളുണ്ട്. ആ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ് അദ്ദേഹം അത് കുറച്ചുകൂടി ഈസി ആവും. ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്ത് അവിടുത്തെ മന്ത്രിമാരും അങ്ങനെയൊക്കെ ഉള്ളവരുടെ നല്ല ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി വലിയൊരു പോസ്റ്റിലേക്ക് എത്തി. ഇപ്പം ശശി തരൂരിനെ തന്നെ നമ്മളിപ്പം ഈ ദൗത്യത്തിനായിട്ട് വിടുമ്പോൾ ശശി തരൂരിന് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആണ്. UN എത്ര വർഷം ഉണ്ടായിരുന്നു, 4 പതിറ്റാണ്ട് ഉണ്ടായിരുന്ന വ്യക്തിയാണ്, 34 വർഷമാണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ. അപ്പൊ അത്രയും ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ ഈസിയാണ് ഈ ലോകത്തെ നയതന്ത്ര കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ്. അപ്പം അത് മാത്രമല്ല, നരേന്ദ്രമോദി ചെയ്ത ഒരു പദ്ധതി, അദ്ദേഹം 2014 അധികാരത്തിൽ എത്തുമ്പോൾ അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യമുണ്ട്. അമേരിക്ക ഇതിനു മുമ്പ് അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിരിക്കുന്ന രാജ്യം അമേരിക്കയും ഇസ്രായേലും ഒക്കെയാണ്. പൗരന്മാർ എവിടെ ഉണ്ടെങ്കിലും അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്, അവർ ഏത് ആപത്തിൽപ്പെട്ടാലും കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ അത് രസകരമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊണ്ടുവന്ന കുറെ പൗരന്മാരൊക്കെ തരികളായിരുന്നു എന്നുള്ളതാണ്, കള്ളന്മാരായിരുന്നു എന്നുള്ളതാണ്. കാരണം നേരെ ചൊവ്വയല്ല ഇവർ വിദേശ രാജ്യങ്ങളിൽ പോയിരിക്കുന്നതും ഒക്കെ. പക്ഷെ നോർമലി ജോലി ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. നഴ്സുമാരൊക്കെ നമ്മൾ ഇറാഖിൽ നിന്ന് കൊണ്ടുവന്ന അതൊക്കെ നമുക്കറിയാം, യമനിൽ നിന്നൊക്കെ അത് ജോലിക്ക് വേണ്ടി പോയത്. അല്ലാതെ കൂടുതൽ പേര് പോകുന്നത് ഈ തരികിട പണിക്കാണ്. നമ്മൾ കണ്ട ഈ അടുത്തൊരു 10,000-ഓളം പേരെ അമേരിക്ക നമ്മുടെ രാജ്യത്ത് കൊണ്ട് വിട്ടു. ആ പോയവരെല്ലാം എന്താണ് പറയുന്നത്, ഡോഗ് വിസയിൽ പോയവന്മാരാണ്. ഓരോ രാജ്യത്തൂടെ കയറി ഊളിയിട്ട് എന്താ നുഴഞ്ഞു കയറി അവിടെ എത്തുക. അപ്പം ഇങ്ങനെയുള്ള ഡങ്കി റൂട്ട് വഴി എത്തുന്നവരാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ 3 പേരെയും. അത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്ത് ഇന്ത്യ നടത്തിയ ഒരു നല്ല നീക്കം, റഷ്യയിൽ പോയിട്ടുള്ള നമ്മുടെ ആളുകൾ, റഷ്യൻ സൈന്യത്തിൽ ചേരാൻ പോയിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റി എന്നുള്ളത്. അവരുടെ ബോഡിയും
ആൾക്കാരെ നമുക്ക് എത്തിക്കാൻ പറ്റിയെന്നുള്ളത്. കാരണം എന്താ പറയുക, അത് ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, ഇത് റഷ്യൻ ഉം, സർക്കാർ അറിഞ്ഞിട്ട് കൊണ്ടുപോകുന്നതല്ല. അവർ വാടകയ്ക്ക് പട്ടാളക്കാരെ എടുക്കുന്നുണ്ട്, ഹയർ ചെയ്യുന്ന പട്ടാളക്കാരുണ്ട് റഷ്യക്ക്. ഉം, ഉം. അവരെയാണ് ഈ ഉക്രൈന്റെ വാറിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് കൂടുതലും പേര്. അതിനാണ് ഈ ഉത്തര കൊറിയയിൽ നിന്ന് കൊണ്ടുവന്നത്. ഉത്തര കൊറിയക്കാർ എന്താ വെച്ചാൽ ഈ കിം ജോൺ ഉന്നൊക്കെ അവിടുത്തെ പൗരന്മാരെ തന്നെയാണ് കയറ്റിവിടുന്നത്. പുള്ളി അതെ. കൊട്ടേഷൻ എടുക്കും, 10,000 പേരെ തരാം, ഇത്ര രൂപ തരണം ഈ എന്ന് പറഞ്ഞ് കൊട്ടേഷൻ എടുക്കുന്നു. ടെഹ്റാനിലോട്ട് പോയ ആൾക്കാരും ഇതുപോലെ ഡങ്കി റൂട്ട് വഴി അനധികൃതമായിട്ട് പോയ ആൾക്കാരാണ്. കാരണം ഇയാളെ ടെഹ്റാനിൽ പോയി ഇവരെ കാണാതായ ആ നിമിഷം മുതൽ ഇവിടുത്തെ ഏജൻസി പൂട്ടി അവൻ ഒളിച്ചോടി. അവനെ പിന്നെ മഷിയിട്ട് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. അതിനുശേഷം ഇവരുടെ മാതാപിതാക്കളാണ് എംബസിയിൽ പറഞ്ഞത്, ഞങ്ങളുടെ അവര് റാൻസം ചോദിക്കുന്നുണ്ട്, അവരെ കൈയും കാലും കെട്ടിയിട്ട് ഇടിച്ച് നോക്കുകയാണ്, ആ വിഷ്വൽസ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ടെഹ്റാനിൽ ആരായിരിക്കും ഇവരെ പിടിച്ചുകൊണ്ടുപോയതിന് പിന്നിൽ? അത് പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാങ് ആണ്. ഉം, പാകിസ്ഥാൻകാരല്ല, അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഒഫീഷ്യൽസോ അല്ലെങ്കിൽ അവരുടെ സൈനികരോ ഒന്നും അല്ല ഉം, കൊണ്ടുപോയത്. ഉം. അവിടുത്തെ ഒരു ഗ്യാങ് ആണ്. പൈസ വേണം, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. ആഹാ, പാകിസ്ഥാൻ എത്ര ദരിദ്രമാണെന്ന് ആലോചിക്കണം. അവരെ കൊണ്ടുപോയിട്ട് ചോദിച്ചു 1 കോടി രൂപയാണ്. അടിപൊളി. കാരണം കാരണം അല്ല, 1 കോടി രൂപ ചോദിച്ചുള്ളൂ. സാധാരണഗതിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ യൂറോപ്യൻസിനെയാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പം 50 കോടി 100 കോടിയൊക്കെ ചോദിച്ചാല്. ഇപ്പൊ ഉം, ഉം. ഇന്ത്യക്കാരായതുകൊണ്ട് പാകിസ്ഥാൻ ഭയങ്കര എന്തെങ്കിലും കിട്ടിയാ ആകട്ടെ എന്ന് വെച്ചിട്ടാണ് കൊണ്ടുപോയത്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പക്ഷെ ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇറാൻ പറഞ്ഞത്, നിങ്ങൾ ഇതിനൊക്കെയുള്ള ഏജൻസികളുടെ വഴി പോകരുത്, നിങ്ങൾ ഇതിനൊക്കെയുള്ള ഉം. ഏജൻസികൾ വരുമ്പോൾ നിങ്ങൾ കൃത്യമായി തന്നെ നോക്കണം. പിന്നെ ഇറാനിൽ നമ്മുടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അവിടെ. അത് ഇറാന്റെ കീഴിലല്ല നമ്മൾ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പണിയെടുക്കുന്ന സ്ഥലം ചബ്ബാർ തുറമുഖമാണ്. അത് ഉം. കൂടാതെ തന്നെ നമ്മൾ അവിടെ നമ്മുടെ രാജ്യത്തിലെ കമ്പനികൾ ഏറ്റെടുത്തിരിക്കുന്ന വർക്കുകളുണ്ട്. ആ വർക്കിലൊക്കെ നമ്മുടെ ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. ഉം. അപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട്, നമ്മുടെ ആളുകളുണ്ട്. അതായത് ഇപ്പൊ ഇറാനിലെ പണിക്കല്ല, മീൻസ് ഇറാന്റെ ഒഫീഷ്യലി വർക്കിനല്ല നമ്മൾ പോകുന്നത്, പകരം നമ്മുടെ ആളുകളുടെ കമ്പനിയിൽ നമ്മളോട് ജോലിക്ക് പോകുന്നതാണ്. ഇവർ പക്ഷെ ഉം. ഇറാനിലും അല്ല ധനുഷ പോയത്. അതാണ് ഇതിനകത്ത് രസം. ഇവർ ഇറാനിലല്ല, ഇവര് ഇറാനിൽ ചെന്നിട്ട് അതുവഴി മറ്റെങ്ങോട്ടോ പോകാനായിരുന്നു. അങ്ങനെ ചില ഞാൻ രാജ്യങ്ങൾ യൂസ് അറിയുന്നത് ഇവര് ചെയ്യുന്നുണ്ടല്ലോ. ഓസ്ട്രേലിയയിൽ എന്തോ പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു ആ, എന്നാണ് അതെ അതെ, യൂറോപ്യൻ അറിയുന്നത്. കൺട്രീസ് ആണ് ഇവരുടെ എല്ലാ ആ, ലക്ഷ്യം. അങ്ങോട്ട് നമ്മുടെ ഈ എങ്ങോട്ടോ പോകാൻ അമേരിക്ക പരിപാടി. മറ്റേ ഇവിടെ പോകുന്നവരെ കണ്ടില്ലേ, കാനഡ പോകുന്നവരുടെ എല്ലാ ലക്ഷ്യം കാനഡ തങ്ങുക എന്നുള്ളതല്ല, എങ്ങനെയും നൂണ്ട് പിടിച്ച് അമേരിക്കയിലോട്ട് കയറുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ആ, അപ്പം അതെ യുവമാർക്കൊക്കെ അതെ. ഓരോ ലക്ഷ്യങ്ങളുണ്ട്. ഓരോ സ്ഥലങ്ങളിൽ പോകുന്നവർക്ക് ലെബനനിലുണ്ട്, ലെബനനിൽ പോയിട്ട് അവിടുന്ന് അതുവഴി ചാടി ഇസ്രായേലിൽ എത്തുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോവുക എന്നൊക്കെ ഉള്ളതുണ്ട്. ഞാൻ അതെ. കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഏറെക്കുറെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയാം, നമ്മുടെ കേരളത്തില് പ്രാർത്ഥനാ ഉം. ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ അവര് ജെറുസലേം ഒക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനകത്ത് ഉം. രണ്ടു ഉം. മൂന്നെണ്ണം ചാടും അവിടെ പോയി കഴിയുമ്പോൾ. അത് ഈ ശരി. ഇസ്രായേലിൽ ചെന്ന് കഴിയുമ്പോൾ അവര് ചാടും. അപ്പൊ ഞാൻ ഈ കോട്ടയത്തുള്ള ഒരു എന്തിനാ പാർട്ടിയാ ഇതൊക്കെ. ഇവര് പറയുന്നത്? എന്തിനാ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഇസ്രായേലിലോട്ട് മറ്റേ കൃഷിയെ കുറിച്ച് പഠിക്കാൻ പോയതിൽ ഒരുത്തൻ ചാടിപ്പോയില്ലേ ഇസ്രായേല്? അത് അതെ ഗവൺമെന്റ് അതെ അതെ ഇതിൽ നിന്ന് പോയ ആളാണ് ചാടിപ്പോയത്. അപ്പൊ ഗവൺമെന്റ് പറയണ നീ അതെ എവിടെയാടാ അതെ. പോയത്? ഞാൻ പോയി, ഞാനീ വരില്ല. അല്ല, ഇതൊരു ഒരു ഒരു പുരോഹിതനാണ് നടത്തുന്നത്. ആ പുരോഹിതന്റെ കൂടെ പോകുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, ഒരു സ്ത്രീയാ. അപ്പൊ അവരോട് ഉം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് പോകുന്നത്? എത്ര ഉം. അവിടെ 1,50,000 രൂപ സാലറി കിട്ടും അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ. അവിടെ ഈ എന്താ പറയുക, നഴ്സുമാരല്ല, പ്രായമുള്ള ആൾക്കാരെ നോക്കുന്നു. അപ്പം ഇത്രയും രൂപ കൊടുത്ത് എങ്ങനെ നിങ്ങൾ അവിടെ പോകും? അതായത് അവിടുന്ന് ചാടിക്കഴിഞ്ഞാൽ, അതായത് ഇവർ ഈ പോകുന്ന തീർത്ഥയാത്രയ്ക്ക് ഇടയ്ക്ക് ഇവരുടെ ആൾക്കാർ അവിടെ ഉണ്ട്, അവിടെ ഇവരുടെ ഈ ഏജൻസിയുടെ ആൾക്കാരുണ്ട്. ചാടിക്കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം പിടികൊടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ പതുക്കെ ഉം. പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവർക്ക് പെർമിറ്റോ ഉം. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും കിട്ടില്ല. ആ വീട്ടിൽ തന്നെ കഴിയുക എന്നുള്ളതാണ്. അത് വലിയ സാലറി ഒക്കെ ആയിട്ടുള്ള വലിയ റിസ്ക് ആണത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ആയതുകൊണ്ടും ഇന്ത്യക്കാരായതുകൊണ്ടും ഒന്നും അവന്മാർ വെടിവെച്ച് കൊല്ലുന്നില്ലെന്നേ ഉള്ളൂ. ഇല്ല, വേറെ ഏതെങ്കിലും രാജ്യക്കാരൊക്കെയാണ് അനധികൃതമായി കയറി പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ പാടാ. അല്ല, അത് പോട്ടെ, അതെ നമ്മുടെ അതെ. രാജ്യത്ത് ബംഗ്ലാദേശികൾ എന്തുമാത്രം ഉണ്ട്. അവരും ഇതൊക്കെ തന്നെ ഇല്ലീഗലായിട്ടല്ലേ ഇവിടെ വരുന്നത്. അപ്പൊ സി ഇങ്ങനെ പി എം വരുന്ന മറ്റേ ഒരുപാട് പ്രമേയം പേരുണ്ട്. പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ, ബംഗ്ലാദേശികളെ മാന്യമായിട്ട് തിരിച്ച് മാന്യമായിട്ടല്ല തിരിച്ചയക്കുന്നത്, ഇത് അംഗീകരിക്കാൻ പറ്റില്ല. അല്ല, അതിപ്പോ അവർ പറയാൻ കാരണമുണ്ട്. കാരണം 2026 ബംഗാളിൽ തെരഞ്ഞെടുപ്പ്, വെസ്റ്റ് ബംഗാളിൽ. ഉം. അപ്പൊ ഉം. ഇവരുടെയൊക്കെ ബേസ് വോട്ട് ബാങ്ക് ഈ അനധികൃതമായി താമസിക്കുന്ന ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഉം. അവർക്കത് പറയാതിരിക്കാൻ പറ്റില്ല. വോട്ട് ബാങ്ക് ആണല്ലോ പ്രധാനം. അപ്പൊ അതുകൊണ്ട് അതെ. പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഒരു വലിയ തിളക്കമാർന്ന വിജയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു സർക്കാർ ആയിരുന്നെങ്കിൽ ഇത്രയും കാര്യക്ഷമമായിട്ട് ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ. ഇപ്പൊ വേറൊരു യെസ്. കാര്യമുണ്ട്, ഒരു ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പൗരന് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ട്രാപ്പിൽ പെട്ടാൽ ആ സമയത്ത് നമ്മുടെ പൗരന്മാർ, നമ്മൾക്ക് തന്നെ ഒരു വിശ്വാസമാണ് നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാർ പോകും, അവരെ കൊണ്ടുവരുമെന്നൊരു വിശ്വാസമായിരുന്നു. 2014 അതെ. മുമ്പ് അത് ഇല്ലായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ പൗരന്മാർ ഈ ലോകത്ത് എവിടെയാണെങ്കിലും എന്ത് പ്രശ്നത്തിൽ
വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ എക്സാക്ട്ലി. അതെ. കിടക്കുന്നു. അപ്പൊ അവിടെ കിടക്കുമ്പോഴത്തേനും നമ്മുടെ വിദേശകാര്യമന്ത്രി ഇറാനൊക്കെ എന്താ പറഞ്ഞത്? ഇടപെടുന്നുണ്ട്. പറയുന്നത് നേരിട്ട് പോകാൻ പറ്റില്ല അവിടെ. അതായത് നിയമവാഴ്ചയില്ല അവിടെ. ഓരോ പ്രദേശവും ഓരോ ടെറർ ഗ്രൂപ്പിന്റെ കയ്യിലാണ്. ഈ ഹൂത്തികളുടെ അതെ. കയ്യിലിരിക്കുന്ന ഒരു ഏരിയയിലാണ് പോലും ഈ പെൺകുട്ടിയെ, ഈ സ്ത്രീയെ പാർപ്പിച്ചിരിക്കുന്ന ജയിലുള്ളത്. അവിടെ അടുത്ത കോടതിയോ അതെ. മറ്റോ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ കപ്പം കൊടുക്കണം അവർക്ക് പണം. ആ പണം ഈ ഇറാൻ വഴിയാണ് നമ്മൾ അതിനു വേണ്ടിയുള്ള മൂവ്മെന്റ് നടത്തിയിരിക്കുന്നത്. അപ്പം ഒരു കൊലപാതകയാണത്. അത് ആക്ച്വലി ഒരു കൊലപാതക. അവർ അതെ. അബദ്ധത്തിലൊന്നും അതെ. പെട്ടതൊന്നുമല്ല, ട്രാപ്പിൽ പെട്ടതല്ല, കൊലപാതകി. കൊലപാതക തന്നെയാണ് അവർ യഥാർത്ഥ ആ കൊലപാതകയ്ക്ക് വേണ്ടി പോലും ഒരു പൗര ആയതുകൊണ്ട് അതിൽ സജീവമായി നമ്മൾ ഇടപെടുന്നു. അതെ. അതാണ് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. ഇതിനു മുമ്പ് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ല. നമ്മളിപ്പോ എന്തൊക്കെ നമുക്ക് രാഷ്ട്രീയപരമായിട്ട് നരേന്ദ്രമോദിയെയോ ഇല്ലെങ്കിൽ BJPക്കോ നമുക്ക് ചീത്ത വിളിക്കാം, ഇല്ലെങ്കിൽ അവര് ഹെഡ് ക്യാമ്പയിൻ നടത്താം, നമുക്ക് അതിലൊന്നും വിരോധമില്ല. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതെ പോകരുത്. സജീവമായി ഇടപെടുന്നു. അതായത് നോക്കിക്കോളൂ, സിനിമയിൽ കാണുന്ന പോലെയല്ല ഇപ്പൊ ഈ നിമിഷപ്രിയയുടെ കേസില്. കാരണം ആ അതെ. രാജ്യത്ത് ഒരു ഭരണാധികാരിയോ ഭരണകൂടമോ നിയമമോ ഇല്ല. അപ്പൊ ഡയറക്റ്റ് നമുക്ക് നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ കഴിയും. അപ്പോഴെന്താണ്, ഇറാനെ വെച്ചിട്ട് ഇറാൻ വഴി കൊട്ടേഷൻ നടത്തുകയാണ് ഈ യമനിൽ. ഇറാനും ഈ യമനിന്റെ ഫുൾ കൺട്രോൾ ഇറാന്റെ കയ്യിലില്ല. ഇറാൻ ആകെ ഒരു ഗ്രിപ്പ് ഉള്ളത് ഈ ഏരിയയിൽ അവരുടെ ആൾക്കാരാണ്, ഹൂത്തികളാണ് അവിടുത്തെ തീവ്രവാദികൾ, ഇല്ലെങ്കിൽ അവിടെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത്. അവന്മാരെ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഇറാഖിലും മുമ്പ് സിറിയയിലും യമനിലൊക്കെ നമ്മുടെ നഴ്സുമാരെ കൊണ്ടുവരാനും നമ്മൾ ഇതാണ് യൂസ് ചെയ്തത്. അന്ന് ശ്രീമതി സുഷമ സ്വരാജിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എത്ര രൂപ കൊടുത്തേന്ന്. അപ്പം സുഷമ സ്വരാജ് പറഞ്ഞു അതൊക്കെ രഹസ്യമാണ്, രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളല്ലേ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അവിടെ അന്ന് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു കൂട്ടർക്ക് മാത്രം കൊടുത്താൽ പോരായിരുന്നു. ഈ നഴ്സുമാർ കടന്നു വരുന്ന വഴിയുണ്ടല്ലോ, അത് ഓരോരോ പ്രവിശ്യയിൽ കൂടെ കടന്നു വരുന്നത് ഇവരുടെ ബസ്. ആ കടന്നു വരുമ്പോൾ ഓരോ പ്രവിശ്യയിലുള്ള ഗ്രൂപ്പുകൾക്കും പൈസ കൊടുക്കണമായിരുന്നു. അതായത് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു ധനുഷിനെ കണ്ടു, ധനുഷിന്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ ധനുഷിന് 10 രൂപ തന്നു. അവിടെ നിന്ന് വരുമ്പോൾ അടുത്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് പൈസ കൊടുത്തു. കൊല്ലത്ത് വരുമ്പോൾ ആലപ്പുഴ എവിടം വരെയാണ് എയർപോർട്ടുള്ളത് അവിടം വരെ ഞാനിത് കൊടുത്താ വരുന്നത്. അത് വലിയ രീതിയിലായിരുന്നു എന്നാ പറഞ്ഞത്. അതിനും ഇതേപോലെ ഇറാന്റെയും മറ്റും സഹായത്തോടെ അവരായിരുന്നു ഈ പണം കൊണ്ട് എത്തിച്ചത്, ഇറാനിലെ ഗ്രൂപ്പുകൾ. അതിൽ പറയുന്നത് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം സത്യമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നമുക്ക് അതോടെ പറഞ്ഞ അവസാനത്തേക്ക് കേൾക്കുന്ന കാര്യങ്ങൾ, ഈ ആദ്യം കൊടുത്ത പണം അത് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ എത്തിയിരുന്നില്ല, നമ്മൾ ഏൽപ്പിച്ചിരുന്ന പണം. അതുകൊണ്ട് ആ കൊടുത്തവന്മാർ മുങ്ങും എന്നാണ് അറിയാം. കാരണം ഇത് ഓഫീഷ്യലല്ലല്ലോ ധനുഷേ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മൾ രാജ്യങ്ങൾ തമ്മിലാണെങ്കിൽ ഓഫീഷ്യലായിട്ട് കൊടുക്കുന്നു. ഇതിപ്പോ ഈ കൊട്ടേഷൻ സംഘത്തിന് കൊടുക്കുമല്ലേ, അത് വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തമാരൊക്കെ എടുത്ത് കൊടുത്തു വിടുന്നത് എങ്ങനെയാലും. പക്ഷെ അത് നഷ്ടപ്പെട്ടു എന്നാണ്. അത് ഏതാണ്ട് 40 കോടി രൂപ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്ന വാർത്ത. ഇതൊക്കെ രാജ്യരഹസ്യങ്ങളായതുകൊണ്ട് ഒരിക്കലും ഇത് പുറത്തറിയില്ല, സത്യമാണോ എന്ന് നമുക്കും അറിയില്ല. ഏതായാലും അന്ന് നമ്മൾ കേട്ടിരുന്നൊരു വാർത്ത അതാണ്. ആദ്യം അത് കൊടുത്തിരുന്നവര് ഈ ഗ്രൂപ്പ് അത് ആപ്റ്റായിട്ടുള്ളവരുടെ തല്ല പണം എത്തിച്ചത് എന്ന് കേൾക്കുന്നുണ്ട്. അതുകൂടാതെ അത് പിന്നെ അതവർ കൊടുത്തവർ അത് വാങ്ങിക്കൊണ്ട് പോയി, പക്ഷെ അവർക്ക് അല്ലായിരുന്നു അവിടെ ഗ്രിപ്പ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് 40 കോടി രൂപ ഉണ്ടാകും. ഇത് പണമായിട്ട് മാത്രമല്ല, ക്യാഷ് ആയിട്ട് മാത്രമല്ല കൊടുക്കുന്നത്, ഗോൾഡോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം, അതെന്തും ആകാം. അതും കൂടെ ഉണ്ട്. നമ്മളിപ്പോ ഈ കൊടുക്കുന്നത് ക്യാഷ് അല്ല, ക്യാഷ് ആകണം, വെപ്പൺസ് ആകാം, ഇനി മറ്റെന്തെങ്കിലും ഐറ്റംസ് ആകാം, ഗോൾഡ് ആകാം, എന്തും ആകാം. കാരണം ഇത് എത്തിക്കേണ്ടതിന്റെ ഒരു റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ അതെ. അങ്ങനെയുണ്ട്. അതായത് ക്യാഷ് ഡീലിങ്സ് മാത്രമല്ല, അത് വേറെ എന്തെങ്കിലും ഉണ്ടാകും അതിനകത്ത്. അതൊക്കെ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് ഇങ്ങനെയുള്ള രഹസ്യമായിട്ടുള്ള ബാക്ക്ഡോർ സംഭാഷണങ്ങളായാലും വഴികളായാലും ഒക്കെ ഉണ്ട്. അതൊന്നും ഒരിക്കലും അറിയാൻ പോകുന്നില്ല. പക്ഷെ ഇതിപ്പോ ഇറാനിലെ സംഭവം ഒരു വലിയ സംഭവം തന്നെയാണ്. പക്ഷെ ഇതിനകത്ത് പ്രേക്ഷകർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു 100 വട്ടം അവരുടെ എംബസിയിലും കാര്യങ്ങളിലും ഒക്കെ നമ്മൾ അന്വേഷിച്ച് ഉറപ്പ് വരുത്തിയിട്ട് പോവുക. അതല്ല റഷ്യ ഒന്നും ഡയറക്റ്റ് അവരുടെ സൈന്യത്തിലേക്ക് ആളെ വിളിക്കുന്നില്ല. പിന്നെ എന്താ പറയുന്നത്, ഈ ഒളിച്ച് നൂണ്ട് പോകാൻ ശ്രമിക്കരുത്. ഇങ്ങനെ ഈ എന്താ പറയുന്നത്, ഈ ഡാങ്കി റൂട്ട് വഴി പോകാം. ഡോങ്കി പോകരുത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് തോന്നുന്നു. താങ്ക് യു ബിജേട്ടാ.